Hello everyone, once again welcome to A for Education. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത ഒരു എപ്പിസോഡാണെന്ന് പറയാം. ഓക്കെ, നമ്മൾ ഏകദേശം 20-25ഓളം ക്വസ്റ്റ്യൻസ് ഓൾറെഡി കുറച്ച് സെഷൻസ് ആയിട്ട് കുറച്ച് നമ്പർ ഓഫ് സെഷൻസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് വീഡിയോ. ഇന്ന് നമ്മൾ ആസ് യൂഷ്വൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ മുന്നത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എയ്ഫറിൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോസിൻ്റെ താഴൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. PYQ എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ടൈറ്റിൽസ് അല്ലെങ്കിൽ തംബ്നെയിൽസ് കാണാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ, സെൽഫ് റിപ്പോർട്ട് റേറ്റിംഗ്സ് ഓഫ് വൺസ് ക്യാരക്ടറിസ്റ്റിക്സ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ഇൻട്രസ്റ്റസ് ആർ വാട്ട് എന്നുള്ളതാണ് കേട്ടോ. അതായത് സെൽഫ് റിപ്പോർട്ട് റേറ്റിംഗ്സ് ഓഫ് വൺസ് ക്യാരക്ടറിസ്റ്റിക്സ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ഇൻട്രസ്റ്റസ് ആർ എന്താണ്? അതായത് ഒരു സെൽഫ് റിപ്പോർട്ട് മെഷറിൽ അതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആവാം, ഇൻ്റലിജൻസ് ടെസ്റ്റ് ആവാം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആവാം, വാട്ട് എവർ ദാറ്റ് ഇസ്. അതിൽ ഒരാളുടെ സ്വന്തം ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും ആട്രിബ്യൂട്ടിനെ കുറിച്ചും ഇൻട്രസ്റ്റുകളെ കുറിച്ചും മെഷർ ചെയ്യുന്ന ഡാറ്റ ഏത് ഡാറ്റയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്നത് L ഡാറ്റയാണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് T ഡാറ്റയാണ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് Q ഡാറ്റയാണ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് Z ഡാറ്റയാണ്. ഏതായിരിക്കും സെൽഫ് റിപ്പോർട്ട് മെഷറിൽ നമ്മളെ സ്വന്തം ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച്, ആട്രിബ്യൂട്ട്സിനെ കുറിച്ച്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റുകളെ കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ, മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ എന്നുള്ളത്? ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ്, Q ഡാറ്റയാണ്. നമ്മളെ കാറ്റിൽ Q ഡാറ്റ അഥവാ ക്വസ്റ്റ്യനറി ഡാറ്റ യൂസ് ചെയ്തിരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്റ്റഡി ഇൻഡിവിജ്വൽസ് ക്യാരക്ടറിസ്റ്റിക്സ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. ആ ഒരു ടെസ്റ്റ് ടേക്ക് ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ അയാളുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ്, അയാളുടെ ആട്രിബ്യൂട്ടുകൾ എന്തൊക്കെയാണ് മേജറായിട്ടുള്ളത്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാറ്റിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ക്വസ്റ്റ്യനെയർ ഡാറ്റ അഥവാ Q ഡാറ്റ എന്ന് പറയുന്ന ഡാറ്റ യൂസ് ചെയ്തിരുന്നത്. ഇനി L ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് റെക്കോർഡ് ഡാറ്റയാണ്. ഓക്കെ, L ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് റെക്കോർഡ് ഡാറ്റയാണ്, Q ഡാറ്റ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനെയർ ഡാറ്റയാണ്. ഇനി T ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടെസ്റ്റ് സ്കോർ ഡാറ്റയാണ്. ആ ഒരു ടെസ്റ്റിൻ്റെ ഓവറോൾ സ്കോർ ഡാറ്റയാണ് T ഡാറ്റ എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഏത് ഡാറ്റയാണ് ഒരു വ്യക്തിയുടെ ഒരു സെൽഫ് റിപ്പോർട്ട് മെഷറിൽ ആ വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും ആട്രിബ്യൂട്ട്സിനെ കുറിച്ചും ഇൻട്രസ്റ്റിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ദ ആൻസർ ഈസ് Q ഡാറ്റ. ഓക്കെ, Q ഡാറ്റയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ MMBAയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, വീണ്ടും ടെസ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ദ മേജർ പ്രോബ്ലം വിത്ത് യൂസിങ് MMBI അഥവാ മിന്നിസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി ഫോർ ഡയഗ്നോസ്റ്റിക് പർപ്പസീസ്. അതായത് ഡയഗ്നോസ്റ്റിക് പർപ്പസിന് MMBI യൂസ് ചെയ്യുന്നതിൽ നമ്മൾ നേരിടേക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസേഴ്സിൽ ഓപ്ഷൻസിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടെസ്റ്റ് ഈസ് ടു ലോങ് ഫോർ ദ ക്ലിനിക്കൽ പോപ്പുലേഷൻ എന്നുള്ളതാണ്. ക്ലിനിക്കൽ പോപ്പുലേഷന് ആ ഒരു ടെസ്റ്റ് ഭയങ്കര ലോങ് ആണെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഔട്ട്ഡേറ്റഡ് നോമൻക്ലേച്ചർ ഓഫ് അസസ്ഡ് സൈക്കോപാത്തോളജീസ് എന്നുള്ളതാണ്. ഈ MMBAയിലെ ഒരു സൈക്കോപാത്തോളജിക്കൽ അസസ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ പഴയതാണ്, പുതിയ അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. ദ ലാംഗ്വേജ് യൂസ്ഡ് ഈസ് ടു ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ്. അതായത് MMBAയിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് ദ മെത്തേഡ് ഓഫ് ആൻസറിങ് ദ ഐറ്റംസ് ഈസ് വെരി കോംപ്ലക്സ് എന്നുള്ളതാണ്. ഭയങ്കര കോംപ്ലക്സ് ആണ് ഇതിൻ്റെ MMBAയിലെ ഐറ്റംസിന് ആൻസർ ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ക്ലിനിക്കൽ പോപ്പുലേഷന് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്നുള്ള രീതിയിലാണ് ഫോർത്ത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി എന്താണ് ഈ മേജർ പ്രോബ്ലം വിത്ത് MMBA യൂസിങ് ഫോർ ഡയഗ്നോസ്റ്റിക് പർപ്പസ്? ഡയഗ്നോസ്റ്റിക് പർപ്പസിന് MMBA യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഏതാണ്? എ ആണ് ആൻസർ ആയിട്ട് വരിക. കാരണം MMBA ഡയഗ്നോസ്റ്റിക് പർപ്പസിന് യൂസ് ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായിട്ടൊരു ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MMBI ടു ലോങ് ഫോർ ദ ക്ലിനിക്കൽ പോപ്പുലേഷൻ ആണ്. അതായത് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം MMBAയുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റെസ്പോൺസസ് ദാറ്റ് റിക്വയർസ് എന്നുള്ളത് ഭയങ്കര ലോങ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസമായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ പോപ്പുലേഷനിൽ നമ്മൾ ഒരുപാടങ്ങ് യൂസ് ചെയ്യാറില്ല എന്നൊന്നും പറയുന്നില്ല, ബട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ടെസ്റ്റായിട്ട് MMBA മാറാറുണ്ട്. ഓക്കെ, അതായത് ടെസ്റ്റ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത കാലത്ത് തന്നെ റിസർച്ചേഴ്സ് എന്ത് ചെയ്തിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നുള്ളതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയിരുന്നു. ഓക്കെ, അതായത് അതുപോലെ തന്നെ ക്രിറ്റിക്സ് പറഞ്ഞത് ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സാമ്പിൾസ് അല്ലെങ്കിൽ സാമ്പിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്
ഭയങ്കര ഇൻഅഡിക്വേറ്റ് ആയിരുന്നു, ഓക്കെ ആയിരുന്നില്ല, ആ ടെസ്റ്റിൽ ബയാസ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ സെക്സിസ്റ്റ് ആൻഡ് റേസിസ്റ്റ് ക്വസ്റ്റ്യൻസ് MMBIയിൽ ഉണ്ട് എന്നൊക്കെ അങ്ങനെ പല രീതിയിലുള്ള ക്രിറ്റിസിസം എന്ത് ചെയ്തിട്ടുണ്ട് മിന്നിസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററിക്ക് വന്നിട്ടുണ്ട്. സോ നമ്മൾ ക്ലിനിക്കൽ പോപ്പുലേഷനിൽ അത് ഡയഗ്നോസിന് വേണ്ടി യൂസ് ചെയ്യുന്നതിൽ നിന്ന് അതിനെ തടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ദ ടെസ്റ്റ് ഈസ് ടു ലോങ് ഫോർ ദ ക്ലിനിക്കൽ പോപ്പുലേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 3 വയസ്സുള്ള അയാൻ എന്ന് പറയുന്ന കുട്ടി എന്താണ്, അവൻ്റെ അമ്മയ്ക്ക് ചില സമയത്ത് അവനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ചില സമയത്ത് മറ്റു കാര്യങ്ങളിൽ കൂടെ ഇൻവോൾവ് ആവാനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് 3-year-old അയാൻ അപ്പിയേഴ്സ് ടു റെക്കഗ്നൈസ് ദാറ്റ് ഈസ് മദർ സംടൈംസ് gives priority to other activities, so his needs wants must wait. അതായത് മദറിന് മറ്റ് ചില കാര്യങ്ങൾ കൂടെ വീട്ടിലെ വർക്കും അല്ലെങ്കിൽ ജോലിയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ സമയവും അയാനെ തന്നെ നോക്കിക്കാൻ പറ്റില്ല, അയാൻ്റെ നീഡുകൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അയാന് 3 വയസ്സ് സമയത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വയസ്സാവുന്ന സമയത്ത് കുട്ടികൾ ഗോൾ കറക്റ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അച്ചീവ് ചെയ്യും അല്ലെങ്കിൽ ഒരു ഫേസ് അച്ചീവ് ചെയ്യും എന്നുള്ളതാണ്. അതായത് അമ്മയുടെ നീഡുകൾ എന്ത് ചെയ്യും, കുട്ടികൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് റെക്കഗ്നൈസ് ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യും, അത് മനസ്സിലാക്കി തുടങ്ങും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ പറയാം. 3 വയസ്സാക്കുമ്പോഴേക്കും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗോൾ കറക്റ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന സ്റ്റേജ് അച്ചീവ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റേജ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അമ്മയുടെ നീഡ്സും കൂടെ കൺസിഡർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ ആ ഒരു മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണോ, രണ്ടും തെറ്റാണോ, ഒന്നാമത്തെ ശരിയും രണ്ടാമത്തെ ഫോൾസ് ആണോ, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫോൾസ് ആണോ, എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ പറയൂ. ഓക്കെ, ഏതായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ആക്ച്വലി ഇവിടെയുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. നമ്മുടെ ബൗൾബിയുടെ തിയറിയിൽ തന്നെ പറയുന്ന ഒരു മേജർ ട്രാൻസിഷൻ. ഓക്കെ, അതായത് ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ 3 വയസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം കുട്ടികളുടെ ചിൽഡ്രൻ്റെ ഒരു ലൈഫിൽ വരുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ട്രാൻസിഷനാണ് എന്ത്, ഗോൾ കറക്റ്റഡ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്. ചിൽഡ്രൻ അച്ചീവ് ഗോൾ കറക്റ്റഡ് പാർട്ട്ണർഷിപ്പ്. ഗോൾ കറക്റ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻറ്റിലേക്ക് കുട്ടികൾ എത്തുക ആ ഒരു ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയറിൻ്റെ ഫസ്റ്റ് ഡേയ്സിലേക്കൊക്കെയാണ്. അതായത് ഒരു അപ്രോക്സിമേറ്റ് ആണ്. ചില കുട്ടികൾ 2.5 വയസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും, ചില കുട്ടികൾ 3.5 വയസ്സൊക്കെ ആവുണ്ടാവും ഈ ഒരു ഗോൾ കറക്റ്റഡ് പാർട്ട്ണർഷിപ്പ് അച്ചീവ് ചെയ്യാൻ. ബട്ട് ഓൺ ആൻ ആവറേജ് 3 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് എന്ത് ചെയ്യാറുണ്ട്, ഗോൾ കറക്റ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന സ്റ്റേജ് കുട്ടികൾ അച്ചീവ് ചെയ്യാറുണ്ടെന്നുള്ളതാണ് ബോൾബി പറയുന്നത്. ആ ഒരു സമയത്ത് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ഓക്കെ, അതായത് ഈ ഗോൾ കറക്റ്റഡ് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽഡ്രൻ ടേക്ക് ദെയർ പാരൻസ് നീഡ്സ് ഇൻ ടു അക്കൗണ്ട് വെൻ ഇൻട്രാക്ടിങ് വിത്ത് ദം. ഓക്കെ, പാരൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ നീഡുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പാരൻസിൻ്റെ നീഡുകൾ കൂടെ കൺസിഡർ ചെയ്യും അല്ലെങ്കിൽ കുട്ടികൾ കൺസിഡർ ചെയ്ത് തുടങ്ങുന്നതാണ്. അതുവരെ ഗോൾ കറക്റ്റഡ് പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ആവുന്നത് വരെ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിന് എന്ത് പണി ഉണ്ടായാലില്ല ഓരോ കാര്യം നേടിയെടുക്കാൻ അവരെല്ലാവരും കളിയും കളിക്കും അല്ലേ. ബട്ട് ദിസ് ഈസ് ഡിഫറെൻറ്റ്. ഗോൾ കറക്റ്റഡ് പാർട്ട്ണർഷിപ്പ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു നീഡ് കൂടെ എന്ത് ചെയ്യും, അത് കൺസിഡർ ചെയ്യുന്നതാണ്. സോ they appear to recognize that parents must sometimes give priority to other activities. ചില സമയത്ത് അവരെ പോലെ തന്നെ മറ്റു ആക്ടിവിറ്റീസിൽ കൂടെ പ്രയോറിറ്റീസ് പാരൻസിന് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കുട്ടികൾക്ക് ഉണ്ടാവുന്നുള്ളതാണ്. That's the thing. The fourth question, which therapy was initially designed to treat EUPD patients എന്നുള്ളതാണ്. ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യലി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തെറാപ്പി ഏതായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, രണ്ടാമത്തത് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി, മൂന്നാമത്തത് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ബിഹേവിയർ തെറാപ്പി, നാലാമത്തത് റേഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി. ഏതായിരിക്കും? EUPD നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ല എന്തായാലും അല്ലേ. EUPDയുടെ മറ്റൊരു പേര് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. EUPDയെ നമ്മൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറെ നമ്മൾ EUPD എന്ന് വിളിക്കും. അതായത് സെയിം ആണ്, രണ്ടും എന്നുള്ളത് പറഞ്ഞതെന്ന് മാത്രം. സോ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി ആക്ച്വലി ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ ഒരു മോഡിഫൈഡ് വേർഷനാണ്, അൾട്ടേർഡ് വേർഷനാണ്. ആ ഒരു വേർഷൻ ആക്ച്വലി ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. ഓക്കെ, ഈ DBT എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടീച്ച് പീപ്പിൾ ഹൗ ടു ലിവ് ഇൻ ദ മൊമെൻറ്റ്, എങ്ങനെ പ്രസൻറ്റിൽ ജീവിക്കാം എന്നുള്ളത് ആളുകളെ ട്രെയിൻ ചെയ്യുന്നതാണ് DBT ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഡെവലപ്പ് ഹെൽത്തി വേസ് ടു കോപ്പ് വിത്ത് സ്ട്രെസ്, ഡെയിലി ലൈഫിൽ അവർക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ്
എസ്പെഷ്യലി UPD പേഷ്യൻസ് ഒക്കെ ആവുന്ന സമയത്ത് അവർക്ക് ഫിയർ ഓഫ് അബൻഡൻമെൻറ്റ് ഉണ്ടാവും, റിലേഷൻഷിപ്പിൽ പ്രധാനമായിട്ട് ഇഷ്യൂസ് ഉണ്ടാവും, അതുമായിട്ട് റിലേറ്റ് ചെയ്ത സ്ട്രെസ് ഉണ്ടാവും. ഈ സ്ട്രെസ്സിനൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാം, കോപ്പപ്പ് ചെയ്യാം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് DBT പഠിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് റെഗുലേറ്റ് ദെയർ ഇമോഷൻസ്. ഡെഫിനറ്റ്ലി ഇമോഷണൽ റെഗുലേഷൻ വലിയൊരു ഇഷ്യൂ ആണ് UPD പേഷ്യൻസിൽ. അപ്പം ആ ഒരു ഇമോഷൻസിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളത്, അതുപോലെ തന്നെ ഇംപ്രൂവിങ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പുകളെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിനെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചുള്ള ട്രെയിനിങ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, DBT കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി അതിൻ്റെ ഒറിജിനൽ ഫോമിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അത് ഡെവലപ്പ് ചെയ്ത സമയത്ത് EUPD അഥവാ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലെ ആളുകളെ എയിം ചെയ്തുകൊണ്ടായിരുന്നു അവർ ട്രീറ്റ് ചെയ്യാന്നുള്ള എയിമോട് കൂടിയായിരുന്നു ഉണ്ടാക്കിയത്. ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ DBT നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു അവസ്ഥകളിലും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ മാത്രമല്ല, ബൈപ്പോളാറിലും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്രസീവ് സ്റ്റേറ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി ഒരു തേർഡ് വേവ് കോഗ്നിറ്റീവ് തെറാപ്പിയാണ്. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ, വിച്ച് among the below is not a lifestyle disorder? ഓക്കെ, ഇതിലേതാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ അല്ലാത്തത്? ആസ്മ ആണോ, ലൈഫ് സ്റ്റൈൽ ആണോ? ടൈപ്പ് 2 ഡയബറ്റിസ്, ടൈപ്പ് 1 ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഇതിലേതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ അല്ലാത്തത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടൈപ്പ് 1 ഡയബറ്റിസും ടൈപ്പ് 2 ഡയബറ്റിസും എന്താണെന്ന് നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ആൻസർ ഇറ്റ് റിയലി വെൽ, റൈറ്റ്? കാരണം ടൈപ്പ് 1 ഡയബറ്റീസ് ഒരിക്കലും എന്തല്ല ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ടൈപ്പ് 1 ഡയബറ്റീസിനെ നമ്മൾ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയാറുണ്ട്. അതായത് ചെറുപ്പം മുതലേ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ലൈഫിലെ ഏത് സ്റ്റേജിൽ നമുക്ക് സംഭവിക്കാം. ഇതെങ്ങനെ സംഭവിക്കുന്നത് അറിയോ? ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്നുള്ളത്. അതായത് characterized by the body's immune system attacking and destroying insulin producing cells in the pancreas. നമ്മുടെ പാൻക്രിയാസിലുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളെ, ആ സെല്ലുകൾ നമ്മളുടെ ബോഡിക്ക് ത്രെറ്റ് ആണെന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ സ്വന്തം എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം ആ സെല്ലുകളെ അറ്റാക്ക് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എന്ത്, ടൈപ്പ് 1 ഡയബറ്റീസ് എന്നുള്ളത്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും ഇൻസുലിൻ എന്തായിരിക്കും, ഇഞ്ചക്റ്റീവ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഓക്കെ, ലൈക്ക് ഇൻസുലിൻ നമുക്കിപ്പോൾ ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കാവുന്ന ഒരു സിസ്റ്റം നമ്മൾ ഇതുവരെ ഫൈൻഡ് ഔട്ട് ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സോ വി ഹാവ് ടു ഇഞ്ചക്ട് ഇറ്റ് സം വേ. ഓക്കെ, സോ എന്തായാലും ഇതൊരു ക്രോണിക് കണ്ടീഷനാണ്. ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുന്നു, അതിൻ്റെ സ്വന്തം ഇൻസുലിൻ പ്രൊഡ്യൂസിങ് സെല്ലുകളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. സോ ഈ ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ത് ചെയ്യുന്നു, ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആളുകളെ ലീഡ് ചെയ്യുന്നു. ആൻഡ് ഈ ഇൻസുലിൻ എന്താണ് നമുക്കറിയാം, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളാണ്. സോ അത് നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് നമുക്ക് എന്ത് ചെയ്യില്ല, ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് വരാൻ പറ്റുന്ന ഒരു ഡിസീസ് അല്ല, അല്ലെങ്കിൽ ഡിസോർഡർ അല്ല, ഇഷ്യൂ അല്ല. ബട്ട് ഒരു എന്താണ് എൻവയൺമെൻറ്റൽ ട്രിഗേഴ്സ് ഉണ്ടാകും. വൈറസ് ഒക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് ടൈപ്പ് 1 ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ചില വൈറസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് ഒക്കെ സെറ്റായി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ടൈപ്പ് 1 ഡയബറ്റീസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ഡോണ്ട് കോസ് ടൈപ്പ് 1 ഡയബറ്റീസ്. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസ് എന്താണ്, നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്നുള്ളത്. കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മൾ കൂടുതൽ ഷുഗറൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ നമ്മളുടെ ആ ഒരു സിസ്റ്റത്തിന് ഡാമേജ് പറ്റിയിട്ട് നമ്മൾ മെഡിസിൻ കഴിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ടൈപ്പ് 2 എന്നുള്ളത്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ആ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ. ഹൈപ്പർ ടെൻഷൻ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. അതുപോലെ തന്നെ ആസ്മയും പാർട്ട്ലി ഒരു എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഐ ഫോർ എഡ്യൂക്കേഷൻ.